ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡ്രംഹെല്ലർ എന്ന സിറ്റി വിസിറ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ദ ഡിനോസർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഡ്രംഹെല്ലർ ആൽബർട്ടയിലെ ഒരു സിറ്റിയാണ്. നമ്മൾ താമസിക്കുന്ന കാൽഗറിയിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നാഷണൽ ഹൈവേയിലൂടെയുള്ള നമ്മുടെ യാത്ര ആയിരുന്നു. 1.5 മണിക്കൂർ ഡ്രൈവ്. നമ്മൾ ഓർത്തു ഇത് ബോറാവുമോ, കാരണം ഒത്തിരി ദൂരമാണല്ലോ എന്നൊക്കെ വെച്ച് വണ്ടി കയറി ഞാൻ അതിൻ്റെ റോഡിൻ്റെ 2 സൈഡിലുമുള്ള സീനിക് ബ്യൂട്ടി കണ്ടപ്പോഴേക്കും അതിശയം. കാരണം എന്തൊരു ഭംഗിയുള്ള ഒരു സീനിക്. വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതുപോലെ പെട്രോളിയം മൈനിങ് യൂണിറ്റ്സ്, അങ്ങനെയുള്ള എല്ലാം, പാടങ്ങളും ഗ്രീൻ ഫീൽഡും നീലാകാശവും എല്ലാം കൂടി വളരെ നല്ല ഒരു റോഡ് ട്രിപ്പായിരുന്നു നമുക്ക് ഡ്രംഹെല്ലർ എത്തുന്നത് വരെ. ഡ്രംഹെല്ലർ സിറ്റി എത്താറാവുമ്പോഴേക്കും നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണാം. അതായത് ഡ്രംഹെല്ലറിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ബാഡ് ലാൻഡ്സ് ആണ്. പ്രകൃതി അതിൻ്റെ വരണ്ട ഭൂമിയായി കാണുന്ന ഒരു ഭൂപ്രദേശമാണ് ബാഡ് ലാൻഡ്സ്. നമ്മൾ യാത്ര ഏകദേശം ഡ്രംഹെല്ലർ എത്താറാവുമ്പോഴേക്കും ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ലാൻഡ്സ്കേപ്പ് വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാം. 100 കോടി വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഡൈനോസേഴ്സ് ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള നിരവധി ഫോസിൽസ്. അങ്ങനെ ആ ഡൈനോസറുകൾ ഉണ്ടായിരുന്നു എന്നും അതിൽ നിന്ന് ഫോസിലുകൾ കിട്ടി. അതിൻ്റെ ഒരു കണ്ടെത്തലിൻ്റെ പരമായിട്ടാണ് ഡ്രംഹെല്ലറിന് ഡൈനോസർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന പേര് കിട്ടിയത്. ഡ്രംഹെല്ലർ സിറ്റി എത്തുമ്പോൾ തന്നെ നമുക്ക് വലിയ വലിയ ഡൈനോസേഴ്സിൻ്റെ സ്റ്റാച്യൂസ് കാണാം. ഓക്കെ, ആദ്യമായി നമ്മൾ ടിം ഹോർട്ടൻസ് കണ്ടു. ഉടനെ നമ്മൾ അവിടെ കയറി ഒന്ന് ഫ്രഷായി. അവിടെ നിന്ന് വീണ്ടും 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു റോയൽ ടെറൽ മ്യൂസിയത്തിലേക്ക്. റോയൽ ടെറൽ മ്യൂസിയം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഫോസിൽസിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള വളരെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോയൽ ടെറൽ മ്യൂസിയം. എൻ്റെ പേര് തന്നെ ഇറ്റ്സ് വെരി യുണീക്കാണ്. ടെറൽ വാസ് ഗിവൺ ബൈ ദ ഫൗണ്ടർ ആൻഡ് ദ റോയൽ വാസ് ഗിവൺ ബൈ ക്യൂൻ എലിസബത്ത് II. മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് തന്നെ നമുക്ക് ബ്രോഷേഴ്സൊക്കെ തന്നു. അവിടെ നിന്ന് നമ്മൾ പാസ് എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറി. ഓക്കെ, മ്യൂസിയത്തിനകത്തോട്ട് കയറുമ്പോഴേക്കും തന്നെയും ഫോസിലുകളും ഡൈനോസേഴ്സിൻ്റെ വളരെ വളരെ വലിയ വലിയ സ്റ്റാച്യൂസും ഫോസിലുകളും ഒക്കെ ആയിട്ട് വേറൊരു ലോകം തന്നെ നമുക്ക് മ്യൂസിയത്തിനകത്ത് കാണാൻ പറ്റും. ഐ ആം റാപ്പിംഗ് അപ്പ് ദ വീഡിയോ നൗ. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.